പാലായ്ക്കടുത്ത് എന്നാൽ ടൗണിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കാം ആംബിയൻസിൽ സ്ഥിതി ചെയ്യുന്ന അൾട്രാ ലക്ഷറി വീടിനെ നമുക്ക് പരിചയപ്പെടാം. പാലായ്ക്കടുത്ത് 23 സെൻറ്റിൽ 3650 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്കാണ് നമുക്ക് പോകുന്നത്. ഈ വീട് ഭയങ്കരമായ ലക്ഷറീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ അവർ കൃത്യമായ ഡീറ്റെയിലിംഗ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഗേറ്റ് തുറക്കാനായിട്ടുള്ള ആ ഹാൻഡിൽ വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. പ്രീമിയം അൾട്രാ ലക്ഷറി എന്ന് നമുക്ക് എല്ലാ അക്ഷരാർത്ഥത്തിൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പോയിരിക്കുന്നത്. വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പെഡസ്ട്രിയൽ ലാമ്പൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത്, ആ ഒരു ഏരിയ ഫുള്ള് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ പാകി നല്ല ഭംഗിയിലെത്തിച്ച്, ഇനി നമ്മുടെ ഇപ്പുറത്തെ വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ പെഡസ്ട്രിയൽ ലാമ്പൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത്. കാർ പോർച്ച് ഇത് ഒരു കാർ പോർച്ചാണ്, നമുക്ക് മൊത്തം 2 കാർ പോർച്ച് ഉണ്ട്. അപ്പോൾ 2 കാർ പോർച്ചിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർ പോർച്ചിൻ്റെ ഞാൻ ഈ ഡീറ്റെയിലിംഗ് ഇത്ര എടുത്തെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ കാർ പോർച്ചുകളാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്തൂടെ പോയിരിക്കുന്ന പാനലിങ് അതൊന്നും അത്ര നമ്മൾ ഒരു പെര കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാറുള്ള ഒരു സാധനമല്ല. പക്ഷേ അതുവരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നേരെ വീടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ലാൻഡ്സ്കേപ്പിംഗ് എത്ര പറഞ്ഞാലും എത്ര വാഴ്ത്തി പറഞ്ഞാലും തീരത്തില്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്കിവിടെ ചെറിയ പോണ്ടിച്ചേരി ഗ്രാവൽസ് പോലെ കൊടുത്ത്, അപ്പുറത്തുനിന്ന് ഈ ലാൻഡ്സ്കേപ്പിങ്ങിൽ നിന്ന് കാർ പോർച്ചിലേക്ക് പോകാനായിട്ട് സ്റ്റോൺസ് ഒക്കെ പാകി വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മെയിൻ വീട്ടിലേക്ക് പോകാം. ഇതാണ് വീട് വരുന്നത്. വീടിൻ്റെ കാർ പോർച്ച് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് വീടിന്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ കാർ പോർച്ചിൻ്റെ വോൾ ക്ലാഡിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് സ്റ്റോൺ ക്ലാഡിങ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് പോകാം. ഇതാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ടൗണിനോട് ചേർന്നാണെന്നുണ്ടെങ്കിലും ടൗണിനോട് അത്ര ചേർന്നെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നല്ല കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസിൽ ഇപ്പോൾ കണ്ടോ, നമുക്കിവിടെ ഒരു തിരക്കുമില്ല. ആക്ച്വലി ഞങ്ങളിതൊരു 9 o'clock ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്നിരുന്നാലും ഇവിടെ ഒന്നും ഒരു തിരക്കില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര പീസ്ഫുള്ളാണ്, ഒരുപാട് ഒച്ചയില്ല, നല്ല നെയ്ബർഹുഡാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായൊരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നല്ല ഭംഗിയിൽ ടൈല് പാകിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോറ് ഫുള്ള് തേക്കിലാണ് വന്നിരിക്കുന്നത്. കട്ടള തേക്ക്, അതുപോലെ തന്നെ ഡോറും തേക്കിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ എൻ്റർ ആവുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ഇപ്പുറത്തൊരു 3 ഷട്ടർ വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു 4 ഷട്ടർ വിൻഡോ ഉണ്ട്. താഴെ ഫ്രഞ്ച് പാളി പോലെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും മുകളിലെ സീലിംഗ് ഒക്കെ പോയിരിക്കുന്നുണ്ടോ, ആ ഒരു ബോർഡറിങ് തേക്കിൻ്റെ പാനലിങ് പോലെ ചെയ്ത് നല്ല ഈ മുറിക്കൊരു പ്രത്യേക സ്പേസ് കൊടുത്ത് കൃത്യമായി ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു പ്രെയർ ഏരിയ പോലെയാണ് വരുന്നത്. പ്രെയർ ഏരിയയിൽ ഇത് ക്ലാഡിങ് വന്നിരിക്കുന്നത് ബ്രിക്ക് സ്റ്റോൺ പോലത്തെ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രെയർ ഏരിയ വരുന്നു. ഇനി നമുക്ക് അടുത്തത് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയാണ്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. അതോടൊപ്പം ഇവിടെ തന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ നമുക്കൊരു TV സ്റ്റാൻഡൊക്കെ പോലെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല ഭംഗിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇപ്പുറത്ത് നമുക്കൊരു ഡൈനിങ് ഏരിയ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ. ഇവ നമുക്കിതിൻ്റെ ലൈറ്റിംഗ്, ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൻ്റെ ലൈറ്റിങ്ങും അത് കാരണം നമുക്ക് കിട്ടുന്നൊരു വാം ഫീലിങ്ങുമാണ്. ഇനി നമുക്ക് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കോട്ടയാട് പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കരമായി വീടിൻ്റെ ഈസ്തെറ്റിക്സും അതിൻ്റെ എലഗൻസും ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇപ്പുറത്ത് നമുക്കൊരു മിറർ പോയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. വൺ ഓഫ് ദി ബെഡ്റൂംസ്.
ഫസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ബെഡ്റൂമും ഏകദേശം മാസ്റ്റർ ബെഡ്റൂം പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മുഴുപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. സീലിംഗ് ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വാം ആൻഡ് ബെയ്ജ് ലൈറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് തേക്കിൻ്റെ തന്നെ കബോർഡാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളാണ് വന്നിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ്. ഇപ്പുറത്ത് നമുക്കൊരു 2 ഷട്ടർ വിൻഡോ, ഇപ്പുറത്ത് നമുക്കൊരു 2 ഷട്ടർ വിൻഡോ. അത് കൂടാണ്ട് നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയ്ക്ക് നമുക്ക് തേക്കിൻ്റെ തന്നെയാണ് തടി വരുന്നത്. ഇപ്പുറത്തൊരു മിററൊക്കെ വരുന്നുണ്ട്. ക്യാമറമാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഫോട്ടോ കാണിക്കാൻ മിററിൽ. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. നമുക്ക് സാധാരണഗതിയിൽ ഒരു ട്രൈ ഏരിയ വെറ്റ് ഏരിയ എന്നുള്ളൊരു സെപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാറ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഇപ്പുറത്ത് നമുക്ക് വെറ്റ് ഏരിയ, ഇപ്പുറത്ത് നമുക്ക് ഡ്രൈ ഏരിയ എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഇതെല്ലാം ബ്രാൻഡ്സാണ്. ഇപ്പോൾ ഡൈവേർട്ടർ, അതുപോലെ തന്നെ ഷവർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത് ജക്വറിലാണ്. ഇത് അറയ്ക്കാണ് വരുന്നത്, ക്ലോസറ്റ് വരുന്നത്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിനാണ്. ഇത് കോലറാണ്. കോലർ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ലക്ഷറിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു ഡ്രസ്സിങ് കബോർഡ് വന്നിട്ടുണ്ട്. കബോർഡ് നമുക്ക് 3 ഷട്ടറിലാണ് കബോർഡ് വരുന്നത്. 3 ഡോറുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പുറത്ത് നമുക്കൊരു 3 ഷട്ടർ വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയയുടെ കബോർഡ്, അത് കൂടാണ്ട് നെക്സ്റ്റ് ബാത്റൂം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ വെറ്റ് ഏരിയ, ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നു. അത് പോരാഞ്ഞിട്ട് ഇപ്പുറത്ത് നമുക്ക് ആറേക്കയുടെ ക്ലോസറ്റ് വരുന്നു. വീണ്ടും കോലറിൻ്റെ തന്നെ വാഷ് ഏരിയ വരുന്നു, വാഷ് ബേസിൻ. ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂം ഇവിടെ കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മൂന്നാമത്തെ ബെഡ്റൂം മുകളിലാണുള്ളത്. ഈ ഒരു ബ്രിക്ക് ടൈലിംഗ് പോയിരിക്കുന്ന ടെറാക്കോട്ടയിലാണ് പോയിരിക്കുന്നത്. വളരെ ബ്രിക്ക് ടൈലിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായ എലഗൻസ് ഇതിന് കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഇവിടെ ഓരോ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ഫോൾ ലൈറ്റ്സ് ഒക്കെ ഈ വീടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് വേറെ ലെവലിലേക്ക്. അപ്പോൾ നമുക്ക് അറിയാവുന്നതിന് വടി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും വീട് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ആ വീടിനെ അതിൻ്റെ അവർ പെര പണിയുന്നത് വിൽക്കാനാണെങ്കിൽ കൂടെ അത് ഒരു മനുഷ്യന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയും ഭംഗിയിൽ നമുക്ക് വീട് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിതിൻ്റെ അകത്ത് ഓരോ ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് നമ്മൾ വെറുതെ കാശ് വാങ്ങിക്കാൻ വേണ്ടി പണിത വീടല്ല എന്നുള്ളത്. ബിക്കോസ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഏരിയ പോലെ, ഫാമിലി അല്ല, ഒരു TV ഏരിയ പോലെ, അല്ലെങ്കിൽ ഒരു ഈ പറയുന്നത് പോലെ യൂട്ടിലിറ്റി ഏരിയ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് പറയാൻ, ഈ വീടിന് ഇത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീടുകൾക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റോപ്പേഴ്സാണ്. ഇതുണ്ട് ഇവിടുത്തെ എല്ലാ ഇതിലും നമുക്ക് സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് വീടിൻ്റെ മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കാണാവുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെ അവർ ടെറസിൽ ചെയ്തിരിക്കുന്ന, നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ടൈൽ ചെയ്തിട്ട് താഴത്തെ ക്ലാഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ മുകളിലോട്ടും വന്നിട്ടുണ്ട്. അത് ഇതിന് കൂടുതൽ ഭംഗി തരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സകല ലൈറ്റിങ്ങും പോയിരിക്കുന്ന ലൂക്കറിൻ്റെയാണ്. നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗുജറാത്തിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണെന്നാണ് ഞാൻ ഓണറിനോട് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നമ്മളിനി പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇത് എത്രത്തോളം നമുക്കൊരു പീസ്ഫുൾ, നമ്മളൊരു വീടൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം ഈ ഒരു ആംബിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ നെയ്ബർഹുഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. എത്രത്തോളം പീസ്ഫുൾ ആയിട്ടുള്ള, എത്രത്തോളം നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നത് അറിയത്തില്ല. അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത്. ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത്. മിച്ചമുള്ളതെല്ലാം പോസിറ്റീവ്സാണ്. നെഗറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇതുവരെ ഈ വീടിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരെ ഒരു ബെഡ്റൂമിലേക്ക് പോവാം.
ബെഡ്റൂമിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റഡി ഏരിയ പോലെയുണ്ട് കേട്ടോ. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം 5 ബെഡ്റൂമാണ്. അതിലെ 3ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് കബോർഡ് വന്നിട്ടുണ്ട്. കബോർഡിൻ്റെ സൈഡിലായിട്ട് കേട്ടോ, ഇതൊക്കെയാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഈ കബോർഡിൽ തന്നെ കണക്റ്റായിട്ട് ഇവിടെ നമുക്കൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഈ സെപ്പറേഷനൊക്കെ ഉണ്ടല്ലോ, ഈ ടൈല് കൊടുത്തിരിക്കുന്ന ആ ഒരു വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും മാറ്റാനായിട്ട് ഇതുണ്ട്. വെറ്റ് ഏരിയയ്ക്ക് ഒരു പിങ്ക് കളർ ടൈലൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു ഈസ്തെറ്റിക്സ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുക. പണി അറിയാവുന്നവനാണ് ബേസിക്കലി. അത്രയും ഈസ്തെറ്റിക്സിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യാതെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു പേസ്റ്റൽ പിങ്കും അതുപോലെ തന്നെ ആഷ് കളർ പോലെ ഉള്ളൊരു കളറുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വല്ലാണ്ട് ഈസ്തെറ്റിക്സ് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ സൈഡിൽ നമുക്ക് ഒരു കബോർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റഡി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റെഡി ആവാനായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയൊക്കെ സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാത്റൂം കാണാം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. എല്ലാ ബാത്റൂമും ഈ പറയുന്നത് പോലെ ജക്വർ, കോളർ, അതുപോലെ തന്നെ റാക്ക്, അതല്ലാണ്ട് ഒരു ബാത്റൂമിൽ അടിപൊളി കൊടുത്തിട്ട് മിച്ചമുള്ള ബാത്റൂമിൽ കോംപ്രമൈസ് നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. എല്ലാ ബാത്റൂമിനും കൃത്യമായി ജാഗ്വാറിൻ്റെയാണ് ഫിറ്റിംഗ് പോയിരിക്കുന്നത്. ഫിറ്റിങ്സ്, അതുപോലെ തന്നെ ഷവർ അതെല്ലാം പോയിരിക്കുന്നത് ജാഗ്വാറാണ്. റാക്കിൻ്റെയാണ് നമുക്ക് ആറേക്കയുടെയാണ് നമുക്ക് ക്ലോസറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോളറിൻ്റെയാണ് നമുക്ക് വാഷ് ബേസിൻ വന്നിരിക്കുന്നത്. എല്ലാ ബാത്റൂമിനും അങ്ങനെയാണ്, എല്ലാ ബെഡ്റൂമിൻ്റെ എല്ലാ ബാത്റൂമിനും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. മറ്റൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 3 വിൻഡോ ഉണ്ട്. ഇപ്പുറത്ത് നമുക്ക് 2 ഷട്ടർ വിൻഡോ ഉണ്ട്. ഇവിടെ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിന് മാത്രം നമുക്ക് ഗ്ലാസ് വന്നിട്ടില്ല, പക്ഷേ ഇതിൽ നമുക്കൊരു ഹാൻഡ് ഷവർ കിട്ടുന്നുണ്ട്. ഇത് വേറൊരു ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പറയാതിരിക്കുന്നത്. ഇത് ജഗ്വാറാണ് ഫുള്ള് വരുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഈ സൈഡിൽ നമുക്ക് റാക്കിൻ്റെ തന്നെ അരക്കയുടെ ക്ലോസറ്റ് വരുന്നു. ഇപ്പുറത്ത് നമുക്ക് കോലർ കിട്ടുന്നു. കോലറിൻ്റെ വാഷ് ബേസിനാണ് വരുന്നത്. ഇനി ഇപ്പം നമ്മൾ 3 ബെഡ്റൂം കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കിച്ചൺ കാണാം. കിച്ചൺ കാണുന്നതിന് മുന്നേ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ എനിക്കറിയത്തില്ല. ഇവിടെ മുകളിലൊരു പെർഗോള പോലെ വന്ന് അത് ഈ വീടിൻ്റെ അതായത് വെളിച്ചം ഒട്ടും നമുക്ക് കോംപ്രമൈസ്ഡ് ആവുന്നില്ല. നല്ല മൂടി കെട്ടിയ ദിവസമാണെന്നും കൂടെ കൂട്ടണം, എന്നിട്ട് പോലും നമുക്ക് വെളിച്ചത്തിനൊരു കുറവ് കിട്ടുന്നില്ല. ഇപ്പുറത്ത് നമുക്ക് ഇവിടെ ഒരു 3 പാളി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയും വെളിച്ചം കയറും, മുകളിൽ നിന്നും വെളിച്ചം കയറും. അങ്ങനെ ടോട്ടലി വെളിച്ചം നന്നായിട്ട് കയറുന്ന ഒരു വീടാണിത്. നമുക്ക് താഴെ കിച്ചണിലേക്ക് പോവാം. ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറയുന്ന ഡോറ് ഫുള്ള് തേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത, ഇത് ഫുള്ള് കബോർഡ് വർക്ക് പോയിരിക്കുന്നത് തേക്കിലാണ്. അതുപോലെ തന്നെ ഹോബൻ ചിമ്മിനി വന്നിട്ടുണ്ട്. കാരിസൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഹോബൻ ചിമ്മിനി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ബ്രാൻഡഡാണ്. ഇത് തേക്കിലാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇതുണ്ടോ, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഫ്രയറോ അല്ലെങ്കിൽ അവനോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ വെക്കാം. അതിനുള്ള ഒരു പവർ പ്ലഗും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമ്മളത് വീട്ടിൽ താമസിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് എത്രത്തോളം ഈ സാധനങ്ങൾ ഇല്ലാത്തൊരു വീട്ടിൽ താമസിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യകതയും അത് എത്രത്തോളം അവർ കണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ സിങ്ക് ആണെന്നുണ്ടെങ്കിലും ഫ്രാങ്കിയുടെയാണ് പോയിരിക്കുന്നത്. അത്രയും ബ്രാൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഒരു സെർവൻറ്റ് ബെഡ്റൂം പോലെ ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പർപ്പസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്കൊരു ചെറിയ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ 5 ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്നതല്ല കേട്ടോ. 5 ബെഡ്റൂമിൻ്റെ അകത്ത് പുറമേക്ക് നമുക്കൊരു ചെറിയ ബെഡ്റൂം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണും കൂടെ, കിച്ചണിന് പുറത്തേക്ക് ഒരു ചെറിയ വരാന്ത പോലെയുണ്ട്. ഇതൊന്നും സാധാരണ വീടുകളിൽ കാണാറില്ല കേട്ടോ. അതുകൊണ്ടാണ്
ഞാനിതെല്ലാം എടുത്ത് പറയാം. ഈവൻ നമുക്ക് ഇപ്പോൾ ഈ കിച്ചൻ്റെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിലിംഗ്, ഇങ്ങനെ ഒരു സ്റ്റോപ്പറൊന്നും നമ്മൾ എവിടെയും കാണാറില്ല. അത്രയും ഡീറ്റെയിലിംഗ് ഇവരിതിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇങ്ങനെ ഒരു വരാന്ത പോലെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് തീരാറേ സാധാരണ നമ്മൾ വിൽക്കാനായിട്ടൊരു പരമാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം ഇതുണ്ടെന്ന്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 2,40,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്.